നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ബാധിക്കുന്നവരുടെ നിരക്കുകൾ കൂടി വരുന്നുവെന്ന് കണക്കുകളുണ്ട്. ഒപ്പം യുവാക്കളിൽ ഹൃദ്രോഗം ബാധിക്കുന്നവരുടെ നിരക്ക് കൂടുന്നുവെന്നും വിദഗ്ധർ പറയുന്നു. ഹൃദ്രോഗം ബാധിക്കുമ്പോൾ, ഹൃദയാഘാതം വരുമ്പോൾ അടിയന്തര ചികിത്സകൾ ചെയ്യുന്നതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നവയാണ് തുടർ ചികിത്സകളും. ഹൃദ്രോഗത്തോട് ബന്ധപ്പെട്ട ചികിത്സകളും തുടർ ചികിത്സകളുമാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം ലൂത്സ് ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ അരുൺ കുമാർജി. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഇപ്പം ഹൃദ്രോഗത്തെക്കുറിച്ച് നമ്മൾ അത്യാവശ്യം ആളുകൾക്കൊക്കെ ഒരു അവയർനെസ് ഉണ്ട് എന്ന് തോന്നുന്നു. കാരണം പലപ്പോഴും പ്രമേഹം, ജീവിതശൈലി രോഗങ്ങളായ മറ്റ് രക്തസമ്മർദ്ദം ഇതൊക്കെ വരുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് പലരും പറയുന്നതും പല കാര്യങ്ങളും നമ്മൾ അതിന് വേണ്ടിയിട്ട് മുൻകരുതലുകളൊക്കെ എടുക്കുന്നുണ്ട്. എങ്കിലും നിരക്കുകൾ കുറയുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? കേരളത്തിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്കുകൾ? തീർച്ചയായിട്ടും ഇത് പലരും ഇതിനെക്കുറിച്ച് അവെയറാണെങ്കിലും അതിൻ്റെ ശരിയായ വിധത്തിൽ ഉള്ള അവയർനെസ് പലർക്കും ഇല്ല. പലർക്കും ഇപ്പോൾ ഷുഗറുണ്ട്, അല്ലെങ്കിൽ പ്രഷറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട് എന്നറിയാവുന്നവർ പോലും ഇത് കൃത്യമായിട്ട് നമ്മളുടെ കറക്റ്റ് അളവുകളിലാണോ, മരുന്ന് കഴിച്ച് കൃത്യമായ അളവുകളിൽ അത് നിർത്താനുള്ള ശ്രമങ്ങൾ പലപ്പോഴും ചെയ്യാറില്ല. അതുമാത്രമല്ല, പലപ്പോഴും ഉള്ളൊരു പ്രശ്നം ഇത് എനിക്ക് രോഗം വരില്ല, എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് കൺട്രോൾ ചെയ്യണമെന്നും ഡോക്ടറെ അടുത്ത് പോയി കൃത്യമായ അളവിൽ ചെയ്യണമെന്നും പലപ്പോഴും അവർ വിസ്മരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. തീർച്ചയായിട്ടും നമ്മളുടെ ഇടയിൽ കൂടി വരുന്നുണ്ട്. ജനതികമായ ഒരു എല്ലാവർക്കും ഒരു പ്രീഡിസ്പോസിഷൻ എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും എന്നുള്ളതല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ജനറ്റിക് പ്രീഡിസ്പോസിഷൻ തന്നെയാണ്. പക്ഷെ അതിൻ്റെ മുകളിൽ നമ്മൾക്ക് പലപ്പോഴും ഈ പ്രഷർ, ഷുഗർ, അതുപോലുള്ള കൊളസ്ട്രോള് എന്നുള്ളവയെ കറക്റ്റായിട്ട് വരുതിയിൽ നിർത്തുന്നത് വഴി ഒരു എക്സ്റ്റെൻറ്റ് വരെ അതിനെ തടയാനും അല്ലെങ്കിൽ നമ്മൾക്ക് വരേണ്ട ആ സമയം നീട്ടാനും സാധിക്കും. ചെറുപ്പക്കാരിൽ കൂടി വരുന്നു ഹൃദ്രോഗത്തിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നു. ഏത് ഏജ് വരെയാണ് ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുടെ നിരക്കുകൾ? അല്ല, അതിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 20 വയസ്സിൽ ഉള്ള ആൾക്കാരെ പോലും ഇപ്പോൾ ഹൃദ്രോഗമായിട്ട് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കായിട്ട് കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ ജനറ്റിക് പ്രീഡിസ്പോസിഷൻ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഉള്ളവരിലുണ്ട്. ഇന്നലെ ഇപ്പോൾ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ഒരാളിൽ 36 വയസ്സുള്ള ഒരാൾക്ക് ഒരു റിസ്ക് ഫാക്ടേഴ്സും ഇല്ല. പുള്ളി തന്നെ ആകെ ഒരു ഇതാണ്. പുള്ളിയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല കായികക്ഷമതയുള്ള ഒരാളാണ്. ആക്ച്വലി പുള്ളിക്കാരൻ ഒരു കോളേജിലെ ഒരു ഫിസിക്കൽ വിഭാഗം അധ്യാപകനാണ്. എന്നിട്ട് പോലും പുള്ളികൾക്ക് അപ്പോൾ ജനിതകമായ കാരണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ ജീവിതശൈലി നമ്മൾ അറിയാതെ വരുന്നത്, ഈ പലർക്കും ഒരു ബോർഡർ ലൈനായിട്ട് ഷുഗറൊക്കെ വരുമ്പോൾ പലരും ഇത് അറിയുന്നില്ല. പലർക്കും ഒരു ബോർഡർ ലൈനായിട്ടുള്ള ഷുഗറുകൾ വരുമ്പോൾ പോലും ഇംപെയർഡ് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ 100 മുതൽ 126 വരെ, 126 മേലെ ഡയബറ്റീസ് എന്നാണ് പറയുക. അപ്പോൾ ആ ഉള്ള ആൾക്കാരിൽ പോലും ഈ ഹൃദ്രോഗ സാധ്യത കൂടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ പല കാര്യങ്ങളും ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ പ്രമേഹമുണ്ടെങ്കിൽ, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഹൃദ്രോഗം വരാനുള്ള സാധ്യതയെ മുൻകൂട്ടി കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ പോലെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഇത് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും എന്നുള്ളതാണ്. ഒരു കോളിന് ശേഷം നമുക്ക് അതിൻ്റെ മറുപടിയിലേക്ക് പോകാം. ഹലോ. നമസ്കാരം. ഡോക്ടർ ലൈവ് ആണ്, ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. ടിവിയുടെ ശബ്ദം കുറച്ച് വെച്ചോളൂ കേട്ടോ. സാർ, എനിക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചപ്പോ ECG ചെക്ക് ചെയ്തപ്പോ അതിന് മുമ്പ് 2-3 പ്രാവശ്യം എനിക്ക് നെഞ്ചത്ത് ഭയങ്കര ബുദ്ധിമുട്ട് പോലെ വന്നിട്ട് ECG ചെക്ക് ചെയ്തപ്പോ ചെറിയതായിട്ട് കംപ്ലൈന്റ് കണ്ടിരുന്നു. ഇപ്പോ ആക്സിഡന്റ് സംഭവിച്ചിട്ട് ഓപ്പറേഷന്റെ നേരത്തെ ECG കംപ്ലൈന്റ് കണ്ടിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് മെഡിസിൻ ഒക്കെ കഴിച്ചിട്ട് ആണ് ഓപ്പറേഷൻ ചെയ്തത്. തീർച്ചയായിട്ടും. ഓക്കെ. ഇപ്പൊ സ്റ്റീൽ ഊരാൻ ചെന്നപ്പോഴും ECG കംപ്ലൈന്റ്. അപ്പൊ ഞാൻ സോർബിറ്റേറ്റ് കഴിക്കുന്നുണ്ട്. എത്ര വയസ്സായി? എനിക്കിപ്പോ 40 വയസ്സായി. ഇദ്ദേഹത്തിന് നടക്കുമ്പോഴോ കയറ്റം കയറുമ്പോഴോ നെഞ്ചത്ത് ഭാരമോ അങ്ങനെ എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടോ? അതുണ്ട്. നടക്കുമ്പോഴും കയറ്റം കയറുമ്പോഴും നെഞ്ചത്ത് ഭാരം അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ ടെൻഷൻ അടിക്കുമ്പോഴാണ്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഏതെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇപ്പൊ ഷുഗർ കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. വീട്ടിൽ ആർക്കെങ്കിലും അറ്റാക്ക് വന്നവരുണ്ടോ? വീട്ടില് ഇല്ല. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നമ്മളൊരു സാധാരണ ഇതാണെങ്കിൽ ചെറിയ ECGയിലെ ചെറിയ വേരിയേഷനുകളാണെങ്കിൽ നമ്മൾക്കൊരു TMT അല്ലെ എക്കോ, ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ട് സമീപിച്ച് ഒരു TMTയും എക്കോയും ചെയ്ത് നിങ്ങൾക്കത്
പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അത് കാര്യമായ ഒരു ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ എന്ന് നമുക്ക് TMD വഴി അറിയാവുന്നതാണ്. ഡോക്ടർ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കാരണങ്ങളെക്കുറിച്ചാണ്. ഈ മറ്റു കാരണങ്ങൾ, ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, കൊളസ്ട്രോൾ, ഷുഗർ ഒന്നും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ ഈ 36 വയസ്സായ ആൾക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നു? അല്ല, ഇതിൻ്റെ എല്ലാം ഒരു ബേസിക് പത്തോളജി ആയിട്ട് വിശ്വസിക്കപ്പെടുന്നത് ഒരു ഇൻഫ്ലമേഷൻ എന്നാണ്. ഇൻഫ്ലമേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്സും അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടറാണ്. സ്ട്രെസ് ഇല്ലാതെ ഇപ്പോൾ അപ്പാരൻ്റ്ലി പലർക്കും പല പ്രോബ്ലംസ് ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചെറിയ ചെറിയ സ്ട്രെസ്സുകളാവാം, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരു അധ്വാനം, അതായത് നമ്മളുടെ കായിക രീതിയിലുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്യാത്തത് കൊണ്ടാവാം. ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഈ രക്തക്കുഴലുകളിൽ എവിടെയും ഈ ബ്ലോക്കുകൾ ഉണ്ടാവാൻ വളരെയധികം സഹായിക്കുന്നതും വളരെയധികം കാരണമാവുന്ന ഒരു കാരണമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ സ്ട്രെസ്സും അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് പറഞ്ഞില്ലേ, പല സാധനങ്ങളും ഇതിന് ആൻസർ ചെയ്യപ്പെടാത്ത ഒരു കാരണങ്ങളുമുണ്ട്. തീർച്ചയായിട്ടും ജനതീകം എന്ന് തന്നെയാണ് നമ്മൾ ലേബിൾ ചെയ്യുന്നത്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടർ ലൈവാണ്, ചോദിച്ചോളൂ ഡോക്ടറോട്. ചോദിച്ചോളൂ സാറേ. എൻ്റെ പേര് അച്ഛൻ കുഞ്ഞെന്നാണേ. ഹലോ, കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. എൻ്റെ പേര് അച്ഛൻ കുഞ്ഞെന്നാണ്. തിരുവല്ല താലൂക്കില, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ തിരുവല്ലയിൽ നിന്നാണ് വിളിക്കുന്നത്. ഓ, പറയൂ. സാറേ, എനിക്കാണെന്നുണ്ടെങ്കിൽ 3 അറ്റാക്ക് കഴിഞ്ഞ ആളായ. ഓക്കെ. എനിക്കാണെന്നുണ്ടെങ്കിൽ 3ാമത്തെ അറ്റാക്കിന് ക്രമാതീതമായിട്ട് ബ്ലഡ് പോവുകയും കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു ഇതിന്റെ ട്രീറ്റ്മെന്റ്. അതിനുശേഷം ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് അറ്റാക്ക് ഇത് സംഭവം കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ 3 വർഷമായിട്ട് ഞാൻ മരുന്നുകളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കാതെ ഈ പാണലിന്റെ ഇല വെന്ത വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു, പിന്നെ കരിയാപ്പിലയുടെ വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. മരുന്നൊന്നും കഴിക്കുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അതൊന്നും പറയും. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് കൂടെ പറയൂ ഡോക്ടർ. ഈ സ്റ്റോളർ ഉണ്ടല്ലോ, സ്റ്റോളറിന് ക്രമാതീതമായിട്ട് വേദനയുണ്ട്. അതുപോലെ തന്നെ സന്ധ്യ കഴിയുമ്പോൾ എന്റെ ഈ തലയുടെ ബാക്ക് വസ്തുന്നൊരു വേദന വന്നിട്ട് എന്റെ ഈ തലയുടെ നെറ്റി ഭാഗം വരെ വരും. നെഞ്ചിലോട്ട് വേദന വരുന്നുണ്ടോ? എന്തോ? നെഞ്ചിലോട്ട് വേദന വരുന്നുണ്ടോ? വരുന്നില്ല. ഈ 3 പ്രാവശ്യം അറ്റാക്ക് കഴിഞ്ഞപ്പോഴും നമ്മൾ 3ാമത്തെ പ്രാവശ്യം എന്താ പറഞ്ഞ, ബ്ലഡ് ക്രമാതീതമായി പോയി എന്ന് പറഞ്ഞ, എവിടുന്ന് ബ്ലഡ് പോയി? മൂക്കി കൂടെ വായി കൂടെ ഒഴുകി അങ്ങ് പോവായിരുന്നു. ഓക്കെ. അപ്പോൾ അത് അന്ന് അറ്റാക്ക് ആണെന്നാണോ പറഞ്ഞത്, അതോ പ്രഷർ വളരെ കൂടിയിട്ടെന്നാണോ പറഞ്ഞത് ഡോക്ടർ? അല്ല, അറ്റാക്ക് എന്നാ പറഞ്ഞത്. അറ്റാക്കും അതിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അതെ അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അന്ന് പ്രഷറോ കൊളസ്ട്രോളോ എന്തെങ്കിലും ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നോ? എനിക്ക് അന്നേരം കൊളസ്ട്രോൾ കൂടുതലാണ്. ഞാൻ രാവിലെ 7-8 മുട്ടയായിരുന്നു കഴിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ കൊളസ്ട്രോൾ, ഈ ബീഫ് ക്രമാതീതമായിട്ട് കഴിക്കുമായിരുന്നു. ഞാൻ കൂലിപ്പണിക്കാരനാ, ക്രമാതീതമായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ. ഡോക്ടർ, ഇതിന്റെ മറുപടി തീർച്ചയായിട്ടും നമ്മൾ ഉടനെ തന്നെ ഒരു ഡോക്ടറെ സമീപിക്കുകയും അതിന് ഒരു ECG എടുക്കുകയും അതിന് വേണ്ട മരുന്നുകൾ കഴിക്കുകയും ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം തോളിലേക്ക് പോകുന്ന വേദന എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അതും പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഇത് കൂടുന്നുണ്ടെങ്കിൽ, അത് അല്ല ഇടയ്ക്കിടയ്ക്ക് പിന്നെയും ഇത് വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ആണെങ്കിലും വരുന്നുണ്ടെങ്കിലും, പ്രത്യേകിച്ച് നിങ്ങൾക്ക് വളരെ ഒരു ഹൈ റിസ്ക് ആളാണ്. കാര്യം 3 പ്രാവശ്യം അറ്റാക്ക് ഉണ്ടായി എന്ന് പറയുന്നത് ഒരിക്കലും മരുന്ന് കഴിക്കാതിരിക്കാൻ പാടില്ല. പലരും ചെയ്യുന്ന ഒരു തെറ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും മരുന്ന് കഴിക്കണം. ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെ ECG എടുക്കണം. അതിന് ബാക്കിയുള്ള തുടർ ചികിത്സകൾ എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അത് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടർ. ഹലോ. നമസ്കാരം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഞാൻ ചെങ്ങന്നൂരിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് രാമേന്ദ്രൻ എന്നാണ്. 64 വയസ്സ്. ഞാൻ 16 വർഷം മുമ്പ് ബൈപ്പാസ് സർജറി കഴിഞ്ഞതാ. ഇപ്പോഴേ കഴിഞ്ഞ ദിവസം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴേ യൂറിക് ആസിഡ് ഇല്ല, പിന്നെ കൊളസ്ട്രോൾ 165, എക്കോസ്പ്രിൻ 150യും റോസോ വാസ്നോ കഴിച്ചുകൊണ്ടിരുന്നത് 10 mg ആണ്. ഇപ്പൊ ഈ അടുത്ത സമയത്തായിട്ട് എന്റെ കാലിന്റെ ഉപ്പൂറ്റി വെയിൻ എടുത്ത കാലിന്റെ താഴ്വശത്ത് കുറച്ച് നീരും വേദനയൊക്കെ കൊണ്ടുവന്നു. അപ്പൊ അദ്ദേഹത്തെ കണ്ടപ്പോൾ യൂറിക് ആസിഡ് നോക്കി നോർമലാ. അപ്പൊ അത് ആ വേദന കഴിഞ്ഞപ്പോ ആ 4 വിരലിന് അടിവശം ഒരു പെരുപ്പാണ്. ഷുഗറും നോർമലാണ്. ചിലപ്പോൾ ചില ആൾക്കാരിൽ ഇതുപോലെ വെയിൻ എടുത്ത ആ ഒരു സ്ഥലത്ത് ചെറിയ നീരോ ഏതോ കാണാറുണ്ട്. അതൊരു വലിയ കുഴപ്പമുള്ളതല്ല.
ഇദ്ദേഹത്തിന് വേദന ആയിട്ട് ഇതുണ്ട്. വേദനയാണോ അതോ ശരിക്കും പുകച്ചിലാണോ? വേദനയായിട്ടായിരുന്നു. അയ്യോ, വേദന ഇപ്പം അങ്ങ് മാറി. വേദന മാറിയിട്ട് ഇപ്പം വിരലിൻ്റെ അടിവശത്ത് മരവിച്ചിരിക്കുന്ന പറയാം. അപ്പോൾ ഷുഗർ നോർമലാണെന്ന് പറഞ്ഞു. നോർമലാ, ഷുഗർ നോർമലാണ്. അപ്പോൾ ഡയബറ്റിക് ന്യൂറോപ്പതി സാധാരണ ഇതിനകത്തിൽ കണ്ടുവരുന്ന അതും ഇപ്പോൾ നമ്മൾ സംശയിക്കേണ്ട. പിന്നെ എന്തെങ്കിലുമൊക്കെ ന്യൂറോപ്പതി അല്ലെങ്കിൽ ചെറിയ ചെറിയ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഇതിനകത്തിൽ ഒക്കെ നമ്മൾ പുകച്ചിലോ ഇതായിട്ട് ചിലർക്ക് തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വൈറ്റമിൻ ഒരു ഇത് കഴിക്കുന്നത് നന്നായിരിക്കും. വൈറ്റമിൻ ഏതെങ്കിലും ഒരു മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ് കഴിച്ചു നോക്കൂ. അതുകൊണ്ട് അത് മാറുന്നില്ലെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും അടുത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ടാൽ മതിയാവും. ഡോക്ടർ, ഇപ്പം ഹൃദ്രോഗത്തിൻ്റെ അടിയന്തരമായിട്ടുള്ള അവസ്ഥകൾ, എമർജൻസി സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്? ഹൃദ്രോഗത്തിനെ ശരിക്കും നമ്മൾ ഹൃദ്രോഗം എന്ന് പറയുന്നതിനെ നമ്മൾ അക്യൂട്ട് കൊറോണറി സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടാണ്. അതിനെ പ്രധാനമായിട്ട് നമ്മൾ തരംതിരിക്കുന്നത് 3ആയിട്ടാണ്. ST എലിവേഷൻ MI, അതായത് നമ്മൾ ECGയിൽ ഒരു പ്രത്യേക ടൈപ്പ് ചേഞ്ച് കാണും. അത് നമ്മൾ എപ്പോഴും നെഞ്ചുവേദനയായിട്ട് ഒരു രോഗി നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ 5 മിനിറ്റിനുള്ളിൽ എന്നുവെച്ചാൽ ഇതുപോലത്തെ ഹൃദ്രോഗം സസ്പെക്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള വേദനയാണ് പറയുന്നതെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ നമ്മൾ ECG എടുത്തിരിക്കണം എന്നാണ്. അപ്പോൾ ECG ആണ് ആദ്യത്തെ ഒരു ഇൻവെസ്റ്റിഗേഷനായിട്ട് നമ്മൾ ചെയ്യുന്നത്. പേഷ്യൻറ്റിനെ സ്റ്റേബിൾ ആക്കിയതിന് ശേഷം, പേഷ്യൻറ്റ് സ്റ്റേബിൾ ആണെങ്കിലും നമ്മൾ ചെയ്യുന്നത് അതാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ST എലിവേഷൻ MI ആണെങ്കിൽ ഉടനെ തന്നെ അതിന് മുഴുവനായ ബ്ലോക്കുകൾ കൊണ്ടാണ് ST എലിവേഷൻ MI ഉണ്ടാകുന്നത്. സോ നമ്മൾ ഉടനെ തന്നെ ആ രക്തക്കട്ടകളെ അലിയിച്ച് ആ രക്തപ്രവാഹം നിലച്ചു പോയിടത്തേക്ക് വീണ്ടെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ അതിൻ്റെ ലക്ഷ്യം. അതിന് ഒന്നുകിൽ മരുന്ന് വഴി നമുക്കിത് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ ആൻജിയോപ്ലാസ്റ്റി, പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി. ഇപ്പോൾ ഈ എല്ലാ സംഘടനകളും, അതായത് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ അതുപോലുള്ള എല്ലാ സംഘടനകളും ഏറ്റവും പ്രാധാന്യം നൽകുന്നതും ഏറ്റവും ഉത്തമമായി കണ്ട ചികിത്സയും പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയാണ്. പക്ഷേ ഇത് എല്ലാവർക്കും ലഭ്യമായിരുന്നിരിക്കുകയില്ല. അപ്പോൾ ഒരു മാസ് ആപ്ലിക്കേഷന് വേണ്ടി നടക്കുന്നത് മോർ കോമൺ എന്ന് പറയുന്നത് ഫൈബ്രിനോലൈസിസ്, അതായത് മരുന്ന് കൊടുത്ത് രക്തക്കട്ട അലിയിച്ച് കളയുക എന്നുള്ളതാണ്. ഏത് ഗ്രാമത്തിലും ഒക്കെ ഏത് ഹോസ്പിറ്റലുകളും ഇന്ന് അവൈലബിൾ ആണ്. അടുത്തൊരു കോളിലേക്ക് പോകണം. ഹലോ, നമസ്കാരം. നമസ്കാരം. ഡോക്ടറോട് സംസാരിച്ചോളൂ. നമസ്കാരം, പറഞ്ഞോളൂ. നമസ്കാരം ഡോക്ടർ, ഞാൻ ഇത് ചവറയെന്ന് വിളിക്കുക. പറയൂ. കൊല്ലം ചവറ, ഷിബു. ഡോക്ടർ, എനിക്ക് ഒരു ദിവസം 30ഓളം സിഗരറ്റ് വലിക്കുന്ന ആളായിരുന്നു ഞാൻ. പിന്നെ അത് ഇപ്പോൾ പിന്നെ നെഞ്ചിന്റെ ഇടത് ഭാഗത്ത്, നെഞ്ചിന്റെ നടുക്ക് ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ചെറിയ വിമ്മിയൊരു വേദന ഉണ്ടായി. കൊളസ്ട്രോൾ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ചീത്ത കൊളസ്ട്രോൾ 238 ചീത്ത കൊളസ്ട്രോൾ. ടോട്ടൽ കൊളസ്ട്രോള് പിന്നെ 256. LDL കൊളസ്ട്രോൾ ആണ് 238. അതെ. അപ്പം ഇപ്പം നിലവില് ഞാൻ എക്സസൈസ് തുടങ്ങി, സിഗരറ്റ് വലി നിർത്തുകയും ചെയ്തു. അപ്പോൾ വലിയ പ്രശ്നം കാണുന്നില്ല. പക്ഷെ എന്നാലും സന്ധ്യാസമയങ്ങളിൽ ഇങ്ങനെ ഹാർട്ട് ബീറ്റ് കൂടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനതുകൊണ്ട് ചായ കുടിക്കുന്ന ശീലങ്ങളും. ഇദ്ദേഹത്തിന് നടക്കുമ്പോഴോ കയറ്റം കയറുമ്പോഴോ നെഞ്ചത്ത് ഭാരമോ നെഞ്ചത്ത് കഴപ്പോ മാതിരി അനുഭവപ്പെടുന്നുണ്ടോ? ഇല്ല. ഞാൻ രാവിലെ ഗ്രൗണ്ടിൽ ചെന്ന് 7 റൗണ്ട് നടത്തുകയും നല്ല സ്പീഡിൽ 2 റൗണ്ട് ഓടുകയും തല കുത്തി കൈ കൊണ്ട് നടക്കുകയും വരെ ചെയ്തു നോക്കി. എനിക്ക് അങ്ങനെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുന്നില്ല. തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് ആദ്യം പറഞ്ഞ ഒരു നെഞ്ചുവേദന എന്ന് പറയുന്നത് ഇതിപ്പോൾ ബാക്കി ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യുമ്പോൾ ഇത് വരാത്തത് കൊണ്ട് വലിയ സാധ്യത ഉണ്ടാവണം എന്നില്ല. എന്നിരിക്കലും ഇങ്ങനെ ഒരെണ്ണം വന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. ഇൻഫാക്റ്റ് ഈ ജനറ്റിക് ഹൈപ്പർ ലൈപ്പിഡീമിയ എന്ന് പറയും. അങ്ങനെ ജനറ്റിക് പ്രധാനമായിട്ട് കൊളസ്ട്രോൾ കൂടുന്ന ആൾക്കാരിൽ കാണുന്ന പോലത്തെ ഒരു കൊളസ്ട്രോൾ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലും പ്രത്യേകിച്ച് ഇത്രയധികം സിഗരറ്റ് വലി ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെ ഒരു ഏറ്റവും ബെസ്റ്റ് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് സിഗരറ്റ് വലി നിർത്തുക എന്നുള്ളതാണ്. ഒരു 30% ഒരു പ്രശ്നങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്രയുള്ള ഒരു റിസ്ക് ഉള്ള ഒരാളായതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ECG എടുക്കുന്നതും ഡോക്ടറെ കണ്ട് TMD ചെയ്യുന്നതും നന്നായിരിക്കും. അപ്പോൾ സിഗരറ്റ് വലി, പുകവലി എന്ന് പറയുന്നത് കൊളസ്ട്രോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. സിഗരറ്റ് വലി കൊളസ്ട്രോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. ഈ കൊളസ്ട്രോളും സിഗരറ്റ് വലിയും ഈ ഷുഗറും എല്ലാം പല പല കാരണങ്ങളാണ്. അപ്പോൾ ഒരു സംഭവം ഉണ്ടാകാൻ വേണ്ടി എപ്പോഴും ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം ഉണ്ടാവണമെന്നില്ല. പല കാര്യങ്ങൾ സംയോജിക്കുമ്പോഴായിരിക്കും ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുകവലിക്കാരൊക്കെ ശ്രദ്ധിക്കുന്നത് ഈ ഏറ്റവും ബെസ്റ്റ് ഇൻ്റർവെൻഷൻ ആക്ച്വലി മരുന്നുകളെക്കാളിലും ഏറ്റവും ഇഫക്റ്റീവായിട്ട് നമുക്ക്
ചികിത്സിക്കാൻ പറ്റുന്ന ഒറ്റ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുകവലി നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മരുന്നുകളെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണെന്നാണ്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. തീർച്ചയായിട്ടും. ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ. നമസ്കാരം. പറയൂ. നമസ്കാരം. നമസ്കാരം ഡോക്ടർ. എന്താണ് സംശയം? പറയൂ. ടിവിയിൽ ശ്രദ്ധിക്കേണ്ട, സംശയം എന്താണെന്ന് ചോദിച്ചോളൂ. ഞാൻ ഫോർട്ട് കൊച്ചിയിൽ വിളിക്കുന്നതാണ്. സാഹറിന പേര്. 58 വയസ്സായ. പറയൂ. ഇനി എനിക്കൊരു 2 കൊല്ലം മുമ്പ് ഒരു ചെറിയൊരു മൈനർ അറ്റാക്ക് വന്നിട്ടുണ്ട്. ചെറിയൊരു ചെറിയൊരു വേരിയേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് കുറച്ച് നാൾ മരുന്ന് തന്നെയാണ്. അപ്പൊ ഞാൻ അതിനുശേഷം മറ്റേ ഈ ആയുർവേദ മരുന്ന് തുടർച്ചയായിട്ട് ഒരു 40 ദിവസം കഴിച്ച് രണ്ടാമത് ചെക്കപ്പിന് പോയി കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമൊന്നും കണ്ടില്ലായിരുന്നു. അപ്പൊ രണ്ടാമത് ഡോക്ടർ പറഞ്ഞ് കംപ്ലീറ്റ് ഒന്നും കൂടി ചെക്കപ്പ് ചെയ്യണം. കംപ്ലീറ്റ് ഇസിജിയും പിന്നെ കൊളസ്ട്രോൾ, LDL മറ്റുള്ള മൊത്തത്തിൽ ബ്ലഡ് എല്ലാം കൂടി നോക്കി ഫ്രിഡ്ജിലൊക്കെ എക്കോ ടെസ്റ്റ് ഒക്കെ നോക്കി. ഇപ്പൊ എന്താണ് അവസ്ഥ എന്ന് പറയൂ. ഇപ്പൊ എന്താ അവസ്ഥ? ഇപ്പൊ മരുന്ന് കഴിക്കാൻ ഡോക്ടർ പറഞ്ഞിരുന്നേ. അപ്പൊ ഞാൻ മരുന്ന് കഴിക്കണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. കഴിക്കണോ വേണ്ടേ എന്നുള്ളത് അല്ലേ? കഴിക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്തെങ്കിലുമൊക്കെ ഒരു അതിനകത്ത് ECGയിൽ കണ്ടതോ അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ ഏതെങ്കിലും അത് എക്കോയോ അല്ലെങ്കിൽ നിങ്ങളെ പരിശോധിച്ചപ്പോൾ കണ്ടതായോ എന്തെങ്കിലും വ്യതിയാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ മരുന്ന് കഴിക്കാൻ പറയുന്നത്. ചുമ്മാതെ ഡോക്ടർ പറയുന്നതല്ല. ഇത് തീർച്ചയായിട്ടും ഞങ്ങൾ നടത്തുന്ന പരീക്ഷണങ്ങൾ അതായത് നിങ്ങളുടെ ഓരോ ബ്ലഡിൻ്റെ ടെസ്റ്റുകൾ ഒക്കെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് മരുന്ന് കഴിക്കാൻ പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മരുന്ന് കഴിക്കണം എന്നുള്ളത് തന്നെയാണ്. ഒരു കാർഡിയോളജിസ്റ്റ് ഹാർട്ടിന് വേണ്ടി മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട, അത് മരുന്ന് കഴിക്കുക തന്നെയാണ് വേണ്ടത്. മറ്റ് ചികിത്സകൾ നിങ്ങൾ എടുക്കുന്നതിൻ്റെ ഇത് ആ ഡോക്ടർമാരോട് ചോദിച്ച് അത് എടുക്കുന്നതിനകത്തിൽ നമ്മൾക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷേ തീർച്ചയായിട്ടും ഹൃദ്രോഗമുണ്ടെങ്കിൽ ആ ഹൃദ്രോഗത്തിൻ്റെ വിദഗ്ധൻ പറയുന്ന മരുന്ന് തീർച്ചയായിട്ടും നിങ്ങൾ എടുത്തിരിക്കണം. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് തുടർ ചികിത്സകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആൻജിയോപ്ലാസ്റ്റി പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. അതെന്താണ്, എപ്പോഴാണത് എന്നൊന്ന് പറയാമോ? പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു അറ്റാക്ക് വരുമ്പോൾ, എസ്പെഷ്യലി ST എലിവേഷൻ MI എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് ഓഫ് അറ്റാക്ക്, അതായത് മുഴുവൻ ബ്ലോക്കുകൾ കൊണ്ടാണ് ഈ ST എലിവേഷൻ MI വരുന്നത്. അപ്പോൾ രക്തപ്രവാഹം കംപ്ലീറ്റ് നിലച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഹൃദ്രോഗ കോശങ്ങളിലേക്ക് രക്തപ്രവാഹം എത്താത്തതിന് മൂലം അത് നശിക്കുകയാണ്. അപ്പോൾ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹാർട്ടിൻ്റെ പമ്പിങ് നശിക്കും, അതുപോലെ പിന്നെ മരണത്തിന് സാധ്യത കൂടുന്നു. ഇതിനെല്ലാം എത്രയും പെട്ടെന്ന് ആ രക്തപ്രവാഹം നിലച്ചെടുത്തേക്ക് വീണ്ടെടുക്കാൻ വേണ്ടി ഉടനെ ചെയ്യുന്ന ഇതിനെയാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അത് ഗോൾഡൻ അവർ എന്ന് പറയുന്നത് ശരിക്കും 1 മണിക്കൂറാണ്. പക്ഷെ എത്രയും പെട്ടെന്ന് ചെയ്യുന്നു അത്രയും നല്ലത്. ഓക്കെ. അപ്പോൾ അതാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി. അതേസമയം സെക്കൻഡറി ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ പിന്നെ നടത്തുന്ന ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് എലക്റ്റീവ് ആൻജിയോപ്ലാസ്റ്റി എന്നാണ്. സെക്കൻഡറി എന്നുള്ളതിനേക്കാളും എലക്റ്റീവ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്കൊരു നെഞ്ചുവേദനയുണ്ട്, ഇപ്പോൾ TMT നോക്കിയപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് വരുന്നു. അങ്ങനെയുള്ള ഒരാളെ നമ്മൾ എലക്റ്റീവായിട്ട് പോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ രക്തക്കുഴലിൻ്റെ വളരെ ചുരുക്കം മാറ്റി വികസിപ്പിച്ചിട്ട് ഒരു സ്റ്റെൻഡോ വെല്ലോ ഇടുന്നതിനെയാണ് നമ്മൾ സാധാരണ എലക്റ്റീവ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ഡോക്ടർ, ചികിത്സകളെക്കുറിച്ച് പലർക്കും കൃത്യമായ അറിവുകളുണ്ട്, കൃത്യമായി ഫോളോ ചെയ്യും. പക്ഷേ തുടർ ചികിത്സകളാണ്. ഇപ്പം നമ്മൾ 2 കോളേഴ്സ് തന്നെ കണ്ടില്ലേ, ഒരു ചികിത്സ കഴിഞ്ഞു പിന്നെ അവരതങ്ങ് നിർത്തി, പലരുടെ അഭിപ്രായങ്ങൾ എടുക്കുന്നു, സ്വന്തം നിഗമനങ്ങളിലെത്തുന്നു. തുടർ ചികിത്സയുടെ പ്രാധാന്യം തീർച്ചയായിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ചികിത്സിക്കുക എന്ന് പറയുന്നത് അന്നേരം ആ രക്തപ്രവാഹം വീണ്ടെടുക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷെ തുടർ ചികിത്സ ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഇപ്പോൾ പല ആൾക്കാരും എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ ഇനിഷ്യൽ പീരീഡിൽ മരുന്നൊക്കെ കഴിക്കും. അത് കഴിയുമ്പോൾ പതുക്കെ സ്വന്തം നിഗമനങ്ങൾ, ഈ പറഞ്ഞ പോലെ തന്നെ ഈ സ്വന്തം നിഗമനങ്ങൾ ഒരിക്കലും ചെയ്തുകൂടാത്തതാണ്. കാര്യം നമ്മളുടെ അറിയാൻ മേലാത്ത ഒരു ഏരിയയിൽ മറ്റൊരാളെ നമ്മൾ സഹായിക്കാൻ വേണ്ടി നമ്മൾ ഇത് എടുക്കുകയാണ്, ഡോക്ടറുടെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നതനുസരിച്ച് വേണം അതൊക്കെ ചെയ്യാൻ. പിന്നെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഇപ്പോൾ പ്രഷർ ഒരു 140/90 താഴെ തീർച്ചയായിട്ടും കൺട്രോൾ ചെയ്യാൻ ഇത് ശ്രമിക്കണം. അപ്പോൾ അത് ഡോക്ടർ തന്നെ അതിന് വേണ്ടിയുള്ള മരുന്നുകൾ തരും. പിന്നെ ഷുഗർ നമ്മൾ പറയും HbA1c എന്ന് പറയുന്നത് നോക്കിയിട്ട് ഒരു 7 താഴെ നിർത്താൻ. അതായത് 3 മാസത്തെ ഒരു ഷുഗറിൻ്റെ ആവറേജ് അളവാണ് ഈ HbA1c നമുക്ക് തരുന്നത്. അപ്പോൾ അതിൽ 7 താഴെ നിർത്തുക. പിന്നെ കൊളസ്ട്രോൾ ആണെങ്കിലും
പിന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അത് ഞങ്ങളിപ്പോൾ പറയാം യൂഷ്വലി LDL കൊളസ്ട്രോളിൻ്റെ ഞങ്ങളൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 100-ൽ താഴെ നിർത്താനും അത് ശരിക്കും ഐഡിയൽ ടാർഗറ്റ് <70, അതായത് 70-ൽ താഴെ നിർത്താനുമാണ് ഞങ്ങൾ കഴിയുന്നത് മരുന്നുകൾ കൊണ്ട് ശ്രമിക്കുക. ഇപ്പോൾ പുതിയ ഗൈഡ് ലൈൻസ് ഒക്കെ അനുസരിച്ച് ഇപ്പോൾ ഈ LDL കൊളസ്ട്രോളിൻ്റെ ഒക്കെ അളവ് അല്ലാതെ തന്നെ ഹൈ ഡോസ് സ്റ്റാറ്റിൻ എന്ന് പറയുന്ന ആദ്യത്തെ ഒരു കാലയളവിൽ നൽകാനാണ് അവർ അത് പറയുന്നത്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, സംസാരിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ, ഞാൻ ഒരു ന്യൂറോ പേഷ്യന്റ് ആണ്. എപ്പിലെപ്സി. ശ്രീചിത്രയിൽ എന്റെ ട്രീറ്റ്മെന്റ് ആണ് 36 വർഷമായിട്ട്. പറയൂ. അപ്പൊ ഞാൻ ഈയിടെ നാട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഞാൻ ജാർഖണ്ഡിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ ഈയിടെ നാട്ടിൽ ചെന്നപ്പോഴത്തേക്ക് എന്റെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് 260 ടോട്ടൽ കൊളസ്ട്രോള്. അപ്പം ഞാൻ പെട്ടെന്നൊരു ജനറൽ ഫിസിഷ്യനെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് റോസാവെൽന്ന് പറഞ്ഞൊരു ഗുളികയും കുറിച്ചൊന്ന് പുള്ളിക്കാരത്തിയും പറഞ്ഞു ഒരു ECGയും വേറൊരു ടെസ്റ്റൊക്കെ ചെയ്യാൻ പറഞ്ഞു. അതെല്ലാം കൊണ്ട് കൊടുത്തപ്പോൾ അതെല്ലാം നോർമൽ ആണെന്ന് പറഞ്ഞു. പക്ഷെ ഈ റോസാവൽ എന്ന് പറഞ്ഞ ഗുളിക 1 മാസം അടുപ്പിച്ച് 30 എണ്ണം, പിന്നെ ഇടവിട്ട് ഒരു മാസം കൂടെ കഴിക്കാൻ പറഞ്ഞായിരുന്നു. 2 മാസം. ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് ചുരുക്കി ചോദിക്കൂ. ഇപ്പം അങ്ങനെ എനിക്ക് ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് ചിലപ്പോ ഇടതുകൈക്കും ഇടതുവശം ഒരു ചെറുതായിട്ട് വേദന വരുന്നുണ്ട്. അന്ന് വെച്ച് സ്റ്റെപ്പ് കയറുന്നതിനൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. RBS നോർമൽ അല്ലേ? RBS നോർമലാണ്, കുഴപ്പമില്ല. അദ്ദേഹത്തിന്റെ LDL കൊളസ്ട്രോൾ എത്രയാണെന്ന് അറിയാമോ? LDL കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ എത്രയാണെന്ന് അറിയാമോ? LDL HDL കൊളസ്ട്രോൾ എത്രയാണെന്ന് അറിയില്ല. ഞാൻ ടോട്ടൽ നോക്കിയിട്ടില്ല. തീർച്ചയായിട്ടും ഇതിപ്പോ ഹൈ കൊളസ്ട്രോൾ ആണ്. ഇദ്ദേഹത്തിന് വയസ്സ് എത്രയായി? എനിക്ക് വയസ്സ് 51. അപ്പോൾ ഇത് കൊളസ്ട്രോള് ഒരു ഇതിൻ്റെയൊക്കെ ഒരു കാരണമാകുന്നത് കൊണ്ട് ഒരു ഹൈ കൊളസ്ട്രോൾ കാണുമ്പോൾ നമ്മൾ ചികിത്സിക്കുന്നതാണ്. സാധാരണ നമ്മൾ LDL കൊളസ്ട്രോൾ ഒരു ടാർഗറ്റ് ആയിരുന്നു യൂഷ്വലി ചികിത്സിക്കാറുള്ളത്. ഒരു 180-ന് മേലെ ഉണ്ടെങ്കിൽ ഹൈ ഡോസ് സ്റ്റാറ്റിൻ എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായി കൊടുക്കണമെന്നാണ് ഗൈഡ് ലൈനുകൾ പറയുന്നത്. വേറെ അതൊരു ലെസർ കൊളസ്ട്രോൾ 130 വരെ നോർമൽ. ഇപ്പോൾ ഒരു യങ്ങർ ആളിൽ 135-ഓ 140-ഓ ഒക്കെ വന്നാൽ നമ്മൾ ജസ്റ്റ് ലൈഫ് സ്റ്റൈൽ ഒന്ന് മോഡിഫൈ ചെയ്യാൻ മാത്രമേ പറയാറുള്ളൂ, അല്ലാതെ ഉടനെ നമ്മൾ മരുന്ന് കൊടുക്കാറില്ല. പക്ഷേ ലൈഫ് സ്റ്റൈലിൽ മോഡിഫൈ ചെയ്തതിന് ശേഷവും അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ മാത്രമേ നമ്മൾ അവിടെ ഒരു മരുന്നിന് നമ്മൾ ഇത് കൊടുക്കാറുള്ളൂ. എന്തായാലും തീർച്ചയായിട്ടും ഇദ്ദേഹം ഇത് കഴിക്കേണ്ടതാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ അത് LDL HDL എന്നുള്ളത് വേർതിരിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. ബാക്കി എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ എന്നുള്ളതിലും നമ്മൾ നോക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഷുഗർ നോക്കുമ്പോൾ ഒരു ഐസൊലേറ്റഡ് മെഷർമെൻറ്റിൽ ചിലപ്പോൾ ശരിയാവണമെന്നില്ല. HbA1c നോക്കിയാൽ ഒരു 3 മാസത്തെ ആവറേജ് കിട്ടും. ഓക്കെ ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയോടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.